കറക്റ്റ് ആൻസർ ആണ്. അടുത്ത സാറായതുകൊണ്ട് നമ്മൾ ഓർത്തില്ല പെട്ടെന്ന്. ഓക്കെ ഓക്കെ സാർ നമ്മുടെ താങ്ക്സ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ലൈവ്. ഇത്ര നേരം നമ്മൾ ലൈവ് സഹകരിച്ചതിന് നന്ദി. താങ്ക് യു. ഇനി അടുത്ത ലൈവിൽ പിന്നെയും വരിക. അതിനുശേഷം കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. താമസിക്കാൻ പറ്റാത്ത വീട് ഗോകുൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടൂസിന്റെ ഭാര്യ പേര് കമന്റ് വേണം പിൻ ചെയ്തോ. അതും പിന്നെ ഗോകുൽ ഹോസ്റ്റിൽ നിർത്താം. കുട്ടൂസിന്റെ ഭാര്യയുടെ പേര് എന്തെന്നുള്ള ശിവശങ്കർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ടഫ് ക്വസ്റ്റ്യൻ ആണ്. ആരെങ്കിലും ആൻസർ ആലോചിച്ച് മാത്രം ഉത്തരം പറയുക. കുട്ടൂസിന്റെ ഭാര്യയുടെ പേര് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാഗിനി എന്നുള്ളതാണ്. മിസ്സസ് കുട്ടൂസൻ. മിസ്സസ് കുട്ടൂസനാണ് ഉത്തരം. ശിവശങ്കർ പോയോ? കുട്ടൂസനാണോ ഉത്തരം? ശിവശങ്കർ പോയോ? പോയെന്ന് തോന്നുന്നു. രണ്ടുപേരേ ഉള്ളു. പോയോ? പ്ലീസ് കമന്റ്. മിസ്സസ് കുട്ടൂസൻ കറക്റ്റ് തന്നെ. റൈറ്റ് ആൻസർ. ഇനി താമസിക്കാൻ പറ്റാത്ത വീടെന്ന ക്വസ്റ്റ്യൻ കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ലൈവ് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഗോകുലിന്റെ ക്വസ്റ്റ്യൻ ആണ്. താമസിക്കാൻ പറ്റാത്ത വീട്. താമസിക്കാൻ പറ്റാത്ത വീട് എനിക്കറിയാം. ഞാൻ പറയത്തില്ല. അനിയത്തിയാണോ? കിളി വീട്ടിൽ കിളി താമസിക്കുന്നുണ്ടല്ലോ. താമസിക്കാൻ പറ്റാത്ത വീട്. വീട് ചീവീട്. ഇവിടെ ചീവീട് അത് പറയുന്ന ഒരാളോട് ഗോകുല് പറയണം. ഗോകുല് നീ കേൾക്കുന്നുണ്ടോ? ഇത് കേൾക്കുന്നുണ്ടോ? ഗോകുല് നിനക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് ഇവളാണ് പറഞ്ഞത്. അല്ലേ പറഞ്ഞത്? അത് തന്നെ. കൺഗ്രാജുലേഷൻസ് ആൻസർ. ചീവീടായിരിക്കും. പൂജ ആയിരിക്കും. പൂജ പറഞ്ഞ ആൻസർ ആയിരിക്കും. ചീവീടാണെങ്കിൽ പൂജയാണ് ആദ്യം പറഞ്ഞത്. കിളിവീടാണെങ്കിൽ മുഹമ്മദാണോ പറഞ്ഞത്? ഇനി അടുത്തത് പൂജയാണോ അല്ല ചീവീടാണോ കിളിവീടാണോ? ആൻസർ പറയൂ. ആൻസർ പറയുമ്പോ അത് ആൻസർ ഏതാണെന്ന് കമന്റ് ചെയ്യണം. ഗോകുലേ പോയി കിളി വീട്ടിൽ പോയി താമസിക്കണം. അതിനാണ് കിളിവീടെന്ന് പറയുന്നത് മുഹമ്മദ്. ഗോകുല് പോയ പാനിപ്പൂരി, ബേസ്പൂരി, മസാൽപൂരി, ഗോകുൽ പൂരി. എവിടെ പോയി? കോവിഡ. അത് കോവിഡാണ്. കോവിഡ്. ഗോകുൽ. പോയിന്റ് ഗോസ് ടു പൂജ. ഇന്നത്തെ സൺഡേ ഹോളിഡേ ലൈവ് നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അവിടെ എത്തണം. ഇനി ഒരു 10-20 മിനിറ്റ് കൂടെ ഉള്ളു. സോ പാരിപ്പള്ളി ഡ്രൈവ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. സിജിന ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പാരിപ്പള്ളി വരെ വരുന്നുണ്ട്. സോ എൻ്റെ നമ്പറിൽ കൂടെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. സിജിന നാട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ പാരിപ്പള്ളി വരുന്നുണ്ട്. ഓക്കെ കോൺടാക്ട് ഞാൻ ഓക്കെ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നമ്പർ ഒന്നുകൂടെ കമന്റ് ചെയ്യണം. എൻ്റെ നമ്പർ ഒന്നുകൂടെ കമന്റ് ചെയ്യണം കേട്ടോ. മുഹമ്മദ് യാൻ അതുപോലെ തന്നെ സിജിന കാണുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതാണ്. നോട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞത്. ഓക്കെ അപ്പം ലൈവ് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. എന്താ പറയാ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുന്നത് പോവുകയാണ്. ലൈവിലുള്ള ആൾക്കാര് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കണോടെ എനേബിൾ ചെയ്യുക. അതാകുമ്പോൾ നമ്മൾ എപ്പോൾ ലൈവിൽ വന്നാലും കാണാൻ പറ്റും. അതായത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ലൈവ് പങ്കെടുക്കാം. ഇത്രയും നേരം ഏകദേശം 3 മണിക്കൂറുകൾ അല്ലേ 3.5 മണിക്കൂറോളം ഈ ലൈവ് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. സോ എന്താ പറയാ ഇനിയിപ്പം ഇന്ന് രാത്രി ലൈവ് ഇല്ല, നാളെ ഉച്ചയ്ക്ക് ലൈവ് ഇല്ല. അടുത്ത ലൈവ് നാളെ രാത്രി 8 മണിക്ക് ശേഷമാണ്. അപ്പൊ എല്ലാവരും ബെല്ലൈക്കൺ എനേബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ ലൈവ് വരുന്ന സമയത്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരും. സോ നാളെ 8 മണിക്ക് ശേഷം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവും. കാരണം നിങ്ങൾ ഒരാൾ 5 ചോദ്യം വെച്ചിട്ട് പ്രിപ്പയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓരോരുത്തർക്കും റൗണ്ട് ബൈ റൗണ്ട് ആയിട്ട് നമുക്ക് അവസരം കൊടുക്കും. നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ ഉത്തരം പറയും. അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ അങ്ങനെ കുറച്ച് ടൈം കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ഇവിടെ മുമ്പോട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ നാളെ രാത്രി 8 മണിക്ക് ശേഷം ആയിരിക്കും അടുത്ത ലൈവ്. എല്ലാവരും ഓക്കെ സേവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ അപ്പൊ